പണ്ടൊക്കെ വളരെ റെയറായിട്ട് കണ്ടിരുന്ന ഒരു ബേർഡാണ് പീകോക്ക്. അമല ഹോസ്പിറ്റലിലൊക്കെ പോയാലാണ് ഇടയ്ക്ക് ഇതിനെ കാണാറുള്ളത്. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇത്രയും ഭാരമുള്ള ശരീരം വെച്ചിട്ട് പീകോക്ക് ഇത്ര ഉയർത്തി പറക്കുമെന്ന്. അതൊരു പുതിയൊരു അറിവായിരുന്നു. അതേപോലെ ഞാൻ വിചാരിച്ചിരുന്നത് കാവുള്ളതുകൊണ്ടാണ് എൻ്റെ വീടിൻ്റെ അടുത്തേക്കൊക്കെ ഈ പീകോക്ക് വന്നിരുന്നതെന്നാണ്. അവിടെ ആൺമയിലും പെൺമയിലും വരാറുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുക്ക് പെൺമയിലുകളാണ് മെയിൻലി കാണുന്നത്. മയിലിൻ്റെ ജെൻഡർ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ പിന്നിലും ഒരു കഥ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അതേപോലെ മയിൽനാദം കവിതകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും അത് നേരിട്ട് കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അപ്പം ഉമ്മ പറഞ്ഞത് മഴക്കാറുണ്ടാകുമ്പോഴാണ് മയിലുകൾ കരയാന്നാണ്. ഇപ്പോൾ ദിവസം കാലത്ത് മയിലിൻ്റെ കരച്ചിൽ കേൾക്കാറുണ്ട്. എനിക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാറുണ്ട്. ഞാൻ മക്കളോട് പറയാറുണ്ട്, മക്കളെ മയിൽ വന്നിട്ടുണ്ട് എന്ന്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ എത്ര മനോഹരമായ കാഴ്ചകളാണ് പ്രകൃതി നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നിരിക്കുന്നത്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭാഗ്യം നമുക്കുണ്ടാവട്ടെ. മേ ഗോഡ് ബ്ലെസ്സസ്.